അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ എന്തിനാണ് ഒരുമിച്ച് കൂടിയത്? അള്ളാഹു തആല നമ്മുടെ ഇസ്ലാം കാര്യങ്ങൾ 5 പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അഞ്ചാമത്തതാണെന്ത്? ഹജ്ജ്. അമലുകൾ 3 വിധമുണ്ട്. ഖൽബോണ്ട് ചെയ്യുന്ന അമലുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്? ആരോഗ്യം കൊണ്ട് ചെയ്യുന്ന അമലുണ്ട്, സമ്പത്തുകൊണ്ട് ചെയ്യുന്ന അമലുണ്ട്. ഈ മൂന്ന് വിധവും ഉൾപ്പെട്ട അമലാണെന്ത്? ഹജ്ജ്. അപ്പോൾ നമുക്ക് ഹജ്ജിലേക്ക് കടക്കാം. എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13 എന്നീ ദിവസങ്ങളിൽ മക്ക, മുസ്ദലിഫ, മിന, അറഫ തുടങ്ങിയ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് 6 റുക്നും 5 വാജിബുകളും സംയോജിപ്പിച്ച് ചെയ്യുന്ന ഒരു കർമ്മമാണെന്ത്? ഹജ്ജ്. ഇൻഷാ അല്ലാ നമുക്ക് ഹജ്ജിലേക്ക് കടക്കാം. നിങ്ങൾ റെഡിയല്ലേ? അല്ലേ? ഇൻഷാ അല്ലാ നമുക്ക് പോവാണ്. അങ്ങനെ ദുൽഹിജ്ജ 8 നമ്മൾ എന്താക്കി? നല്ല ഫ്രഷായിട്ട് നമ്മൾ എന്താക്കി? എല്ലാം നഖം മുറിച്ച് മുട്ടി മുറിച്ച് എല്ലാം ചെയ്ത് എല്ലാം ഫ്രഷായി കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കി? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് നിയത്ത് വെക്കാണ്. നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹ്. അങ്ങനെ തെൽബിയത്ത് ചെല്ല. ഹജ്ജ് ലബ്ബൈക അല്ലാഹുമ്മ ബിൽ ഹജ്ജ് തുടങ്ങിയിട്ടുള്ള തെൽബിയത്താണ്, അത് ഓർമ്മ വേണം. അങ്ങനെ നമ്മൾ ഹജ്ജിൻ്റെ തെൽബിയത്ത് ചൊല്ലി, അങ്ങനെ അതാ സ്വലാത്ത് ചൊല്ലി, നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ച് സ്വർഗത്തിനെ തേടി, അങ്ങനെ നമ്മൾ അതാ എവിടേക്ക് പോവാണ്? ദുൽഹിജ്ജ 8 അന്ന് നമ്മൾ എവിടേക്ക് പോകണം? മിനയിലേക്ക് പോകണം. ഹാജിമാരിങ്ങനെ നടന്നു പോവും. മിനയിലേക്ക് എപ്പോൾ എത്തും? ഒരു ഉച്ച ആകുമ്പോഴത്തേനും ഹാജിമാർ അങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. മിന ആകെ അന്നാണ് ഓണാകണ ദിവസം. അന്ന് നമ്മൾ എവിടെ എത്തി? മിനയിലെത്തി. ആ മിനയിൽ നിന്ന് നമ്മൾ എന്താക്കി? അന്ന് അവിടെ രാപ്പാർക്ക, നല്ല തോപ ചെയ്യുക. അങ്ങനെ രാപ്പാർന്ന് പിറ്റേന്ന് രാവിലെ, എന്നാണ്? ദുൽഹിജ്ജ 9 രാവിലെ നമ്മളതാ അറഫ മൈതാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അറഫ മൈതാനം, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ആ അറഫയിലേക്ക് നമ്മൾ അങ്ങനെ നടന്ന് ചെന്ന് ഒരു ഉച്ചയാകുമ്പോൾ ളുഹ്ർ മുതൽ മഗ്രിബിന് ശേഷം വരെ അവിടെ നിൽക്കുക. അവിടെ നിന്നിട്ട് നല്ലോണം ദ്വാരക്ക, ആയത്തുൽ കുർസി ചെല്ല, കുൽഹുല്ലാഹ് ചെല്ല, ഓത, അങ്ങനെ തുടങ്ങി കുറേ അമാലുകൾ ചെയ്യുക. ദ്വാ മജ്ലിസ് ഉണ്ടാവും, അവിടെ പോയി ദ്വാരക്ക. അങ്ങനെ നമ്മളവിടെ മഗ്രിബിന് ശേഷം നേരെ മുസ്ദലിഫയ്ക്ക് വരിക. മുസ്ദലിഫയ്ക്ക് അങ്ങനെ വന്നിട്ട് ഒരു വിരിപ്പടി വിരിച്ചിട്ട് ആ ക്ഷീണം മൊത്തം ജസ്റ്റ് ഒന്ന് കടന്നട് ചെയ്ത് 3 മണിക്കൂർ, 3 മണിക്കൂർ ഉറങ്ങുക. ഉറങ്ങി നീച്ചിട്ട് നല്ല സുഖസുന്ദരമായ ഒരു ഊർജം കിട്ടും. ഉറങ്ങി നീച്ചിട്ട് ഇൻഷാ അല്ലാ 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട്, വുളൂ എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് ദ്വാരന്നിട്ട് കല്ല് പൊറുക്കുക. നാളെ നമുക്ക് ജംറത്തുൽ അഖബയിൽ കല്ലെറിയാണ്ട്, അയ്യാമുൽ തശ്രീഖിൽ 3 ദിവസം 3 ജംറയിലും 7 കല്ലെറിയാണ്ട്, മൊത്തങ്ങൾ കണക്കൂട്ടി നോക്കുമ്പോൾ സമയം പോവും. ഏകദേശം കണക്ക് ഞാൻ പറഞ്ഞാൽ 70, കുറച്ചുകൂടി ഏറെ എടുത്തോളൂ, 72, 73 കല്ലെടുക്കുക. അങ്ങനെ നമ്മൾ കല്ലെടുത്തിട്ട് അവിടുന്ന് നേരെ മിനയിലേക്ക് വരികയാണ്. പിറ്റേന്ന് രാവിലെ നമ്മൾ മിനയിലെത്തും. ജംറത്തുൽ അഖബയിൽ നമ്മൾ കല്ലെറിഞ്ഞ് ആ ജംറത്തുൽ അഖബയ്ക്ക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അവർക്ക് അങ്ങോട്ട് പോകുമ്പോൾ കല്ലെറിയാൻ പോണോല്ലേ, ആണുങ്ങൾ ഇങ്ങനെ എറിയും, പെണ്ണുങ്ങൾ ഇങ്ങനെ എറിയും. മനസ്സിലായോ? അത് ശ്രദ്ധിക്കണം. അവിടുന്ന് ജംറത്തുൽ അഖബയ്ക്ക് തെൽബിയത്ത് ചൊല്ലി പോകുന്നു. എറിഞ്ഞവർ എങ്ങനെ വരുന്നു? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്താണ്? നാട്ടിൽ പെരുന്നാളാണ്, അല്ല ഇവിടെ പെരുന്നാളാണ്, പെരുന്നാളായ ദിവസമാണെന്ന്. അന്ന് അങ്ങനെ വരുമ്പോൾ ആ ബാർബർക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓലോട് അന്ന് മുടി വെട്ടലോട് കൂടി എന്താക്കി? നമ്മളെ തഹല്ലുലായി. ഇഹ്റാം ചെയ്ത ഹറാമാണ്, സുഗന്ധം തേക്ക, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഹലാലാവും. പക്ഷെ എന്ത് ഹലാലായിട്ടില്ല? ഭാര്യ ഭർത്ത് ബന്ധത്തിലെ റൊമാൻറ്റിക് കാര്യങ്ങളൊന്നും എന്തായിട്ടില്ല? ഹലാലായിട്ടില്ല. അത് മാത്രം ഹലാലായിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ ഹലാലായി. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നമ്മൾ അവിടെ വന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല സുഖസുന്ദരമായി. അന്ന് അവിടെ രാപ്പാർക്കുക. അയ്യാമുൽ തശ്രീഖ് 1 രാപ്പാർന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ എവിടേക്ക് പോകുന്നു? അതാ ബാബുസലാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിയുന്നതും ബാബുസലാമിലൂടെ അങ്ങനെ വരും. അല്ലാഹുമ്മ ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമ തുടങ്ങിയ ദിക്റുകൾ അങ്ങനെ ചൊല്ലിയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കാണും. ഇതാണെന്തേ? ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദ് എന്താണ്? കറുത്ത കല്ലായത്. എങ്ങനെ? സ്വർഗത്തിൽ നിന്ന് ഇറക്കിയത് വെളുത്ത കല്ലല്ലേ? നമ്മളെ പാവങ്ങളൊക്കെ പേറിയിട്ടാണെന്ന് നമ്മളെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ കാണാൻ ഒരു തറ. ഷാദിർവാനി കഥ നമുക്ക് അറിയും. ജിബ്രീൽ അലൈഹി സ്വലാം ചിറകിട്ടടിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ അതാ എന്താണത്? ഇതെന്താണ്? ഇബ്രാഹിം മക്കാമാണ്. ലിഫ്റ്റായി ഇബ്രാഹിം അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഉപയോഗിച്ചിരുന്ന കല്ലാണത്. അതേപോലെ ഇവിടെ കാണും നമുക്ക് എന്താണ് കാണാൻ പറ്റുക? ബാബുൽ കാബ.
കാബയുടെ ബാബ് കാണാൻ പറ്റും. ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെ എന്ത് കാണും? ഹിജ്ർ ഇസ്മായിൽ കാണും. ഹിജ്ർ ഇസ്മായിൽ പറഞ്ഞാൽ എന്താണ്? ആയിഷ ബീവിയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ലേ? ഹിജ്ർ ഇസ്മായിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയില്ലേ? ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാബയിൽ പെട്ടതാണ്. അവിടുന്ന് നിസ്കരിച്ച, അതിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ച, കാബൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ച കൂലിയാണ്. ഉസ്മാൻ റളിയല്ലാഹു ദ്വാരന്നപ്പോൾ നീ ജന്നത്തിലാണ്, ജന്നത്ത് നിന്നിട്ട് ജന്നത്ത് ചോദിക്കാണോ എന്ന് റസൂലുള്ള ചോദിച്ച ചരിത്രം. ഇതാണെന്ത്? പാത്തി. ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മളിങ്ങനെ കാണുക. നമ്മളിങ്ങനെ പോയിട്ട് ഈ റുക്കുനുൽ യമാനിയാണിത്. റുക്കുനുൽ യമാനി ഇങ്ങനെ വന്നിട്ട് നമുക്കൊക്കെ മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് ബാബു സലാം കൂടെ വന്നിട്ട് ഈ ഹജറുൽ അസ്വദിൻ്റെ ഇവിടെ റുക്കുനുൽ അസ്വദിലേക്ക് നിന്നിട്ട് അവിടുന്ന് നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇടത് ഭാഗത്ത് കാബയാക്കുക, കാബ ഇടത് ഭാഗത്താക്കുക. നമ്മൾ തുടങ്ങാട്ടോ, തോഫ് തുടങ്ങാട്ടോ, ശ്രദ്ധിക്കണേ, തോഫ് തുടങ്ങാണ്. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖം ബികിതാബിക വവഫാഅൻ ബിഅഹ്ദിക. അങ്ങനെ തുടങ്ങിയിട്ട് വവഫാഅൻ ബിഅഹ്ദിക വത്തിബാഅൻ ലിസുന്നതി നബീക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തുടങ്ങി നമ്മളങ്ങനെ ദിക്ർ ചെല്ലി നമ്മളോടെത്തും റുക്കുനുൽ യമാനി എത്തും. റുക്കുനുൽ യമാനി എത്തുമ്പോൾ നമ്മൾ എന്താക്കണം? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 70,000 മലക്കൾ നമ്മളെ കാത്തുക്കാണ് ദോർക്ക് ഉത്തരം നൽകാനേ. 70,000 മലക്കൾ, കുറച്ചൊന്നല്ല, 70,000 മലക്കൾ നമ്മളെയും കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ചെന്നിട്ട് ഒന്ന് പൂർത്തിയായി. റുക്കുനുൽ അസ്വദിൽ എത്തുമ്പോൾ ഒന്ന് പൂർത്തിയായി. അവിടെ അടയാളം കാണാം, നമുക്ക് പച്ച അടയാളം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവിടെ എത്തുമ്പം ഒന്നാമത്തെ തവാഫ് പൂർത്തിയായി 7 തവണ ചുറ്റുക. 3 തവണ നമുക്ക് ഫർളായ തവാഫാണ് നമ്മൾ ചെയ്യുന്നത്. ശേഷം സായി ഉണ്ട്. അപ്പം 3 തവണ നമ്മൾ എന്താക്കണം? റംലിന് നടക്കണം. അതെങ്ങനെ? ആണുങ്ങൾ കുറച്ചിങ്ങനെ അങ്ങനെ നമ്മളെ ഒന്ന് ജോഗിങ് ചെയ്യില്ലേ? ജോഗിങ് അറിയില്ലേ? ആ സാധനം രാവിലെ നമ്മൾ പോയല്ലേ? അതന്നെ. അത് നമ്മളിങ്ങനെ 3 തവണ 3 ചുറ്റു മാത്രം അങ്ങനെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ ചെയ്തിട്ട് റുക്കുനുൽ അസ്വദിൽ തന്നെ തിരിച്ചെത്തും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് മുറിഞ്ഞു പോയാലോ? ഇതിൻ്റെ ഇടയിൽ മുറിഞ്ഞു പോയാൽ ഇടത് ഭാഗത്ത് കാബാക്കണം. എന്താ? പണ്ട് മുശ്രിക്കുകൾ വലത് ഭാഗത്തൂടെയാണ് ഈ തോഫ് ചെയ്തിനെന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഇടത് ഭാഗം തന്നെ ആക്കുക. ഒരിക്കലും ഹിജ്ർ ഇസ്മായിലിൻ്റെ അവിടെ പിടിച്ചിട്ട് നമ്മളൊരിക്കലും എന്താക്കരുത്. അത് കാബയിൽ പെട്ടതല്ല. അപ്പോൾ അവിടെ അങ്ങ് പിടിച്ചാൽ കാബിൻ്റെ ഉള്ളിലായില്ലേ? കാബിൻ്റെ പുറത്തുനിന്നല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതും ശ്രദ്ധിക്കുക. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ അതാ കാണുന്നു സഫാ മർവുണ്ട്. സഫാ മർവ് എന്ത് ചെയ്തിട്ടില്ല? എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? മുടി മുറിച്ചിൽ കഴിഞ്ഞ്, എന്താക്കിയിട്ടില്ല? തവാഫ് കഴിഞ്ഞ്, ബാക്കി ഒന്നും ചെയ്തിട്ടില്ല. സായി ചെയ്തിട്ടില്ല. സായി നമുക്ക് എന്താക്കാനുണ്ട്? ചെയ്യാനുണ്ട്. അപ്പം നേരെ സൊഫയിൽ പോവാ. സൊഫേന്നതാ എന്താണ് സായി എന്ന് പറഞ്ഞാൽ? സൊഫേന്ന് മർവേക്ക് പോവാ, മർവേന്ന് സൊഫേക്ക് പോവാ, സൊഫേന്ന് മർവേക്ക്, അങ്ങനെ സൊഫ മർവ മർവയിൽ നമ്മൾ അവസാനിക്കും. 7 തവണ ആകുമ്പം മർവയിൽ നമ്മൾ അവസാനിക്കും. പക്ഷേ ഈ പോണ വൈക്കൽ ചില ഭാഗത്ത് തന്നെ പച്ച ലൈറ്റാണ്. അതെന്താ പച്ച ലൈറ്റ്? എന്താണത്? വെള്ളത്തിനും വേണ്ടി സ്വന്തം മോൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി ഹാജറ ബീവി അങ്ങനെ പോവും. തൻ്റെ മകനെ അവിടെ കാണാതാവുമ്പോൾ ഒന്നുകൂടി സ്പീഡ് കൂടും. ആ സ്പീഡ് കൂടിയ സ്ഥലമാണ് എന്ത്? അവിടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിനു മുമ്പ് നമ്മൾ മഖാം ഇബ്രാഹിമിൻ്റെ ബാക്കിൽ നിസ്കരിക്കൽ, അത് പ്രത്യേക സുന്നത്താണ്. വല്ലാത്തൊരു നിസ്കാരമാണ്. കണ്ണുനീര് വരുന്ന നിസ്കാരമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ സായി ചെയ്ത് നേരെ നമ്മൾ മീനേക്ക് പോയി. അവിടുന്ന് കല്ലെറിഞ്ഞു. ഇൻഷാ അല്ലാഹ് അവിടെ രാപ്പാർത്തു. അയ്യാമത്തെ ഷീക്ക് 1, പിറ്റേന്ന് രാപ്പാർത്തു. പിറ്റേന്ന് കല്ലെറിഞ്ഞു, രാപ്പാർത്തു. അയ്യാമത്തെ ഷീക്ക് 2, പിറ്റേന്ന് കല്ലെറിഞ്ഞു, രാപ്പാർത്തു. അയ്യാമത്തെ പക്ഷെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞോ? ഹജ്ജ് കഴിഞ്ഞോ? ഇല്ല. വദാവിൻ്റെ തവാഫുണ്ട്, അതില്ലേ. വദാ വിട പറയണ്ടേ? ഹജ്ജിനോട് കാബയോട് വിട പറയണ്ടേ? അതാ കാബേൻ്റെ അടുത്തേക്ക് പോയിട്ട് വദാവിൻ്റെ തവാഫ് ചെയ്തിട്ട് ഇങ്ങനെ പോവും. സങ്കടമാണ്. മുആദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് യമനിലേക്ക് പോകുമ്പോൾ നടന്നൊരു നടത്തുണ്ട്. ആ നടത്തം നമ്മൾ അവിടെ നടക്കേണ്ടി. എങ്ങനെ? ഇനി ഇത് കാണാൻ കഴിയോ? ഇനി ഇത് ഈ കാബ എനിക്ക് കാണാൻ കഴിയോ? എന്നാൽ അത് സങ്കടം. ഇനി ഒരു ആയുസ് ഉണ്ടാവോ? എത്രത്തോളം ജീവിതത്തിൽ ഇനി എത്ര തവണ എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയും? ഒന്നും അറിയില്ല. അങ്ങനെ മെല്ലെ വന്ന് വരാം. പക്ഷേ മെല്ലെ വന്നിട്ടും നമ്മളെ ഹജ്ജ് പൂർണ്ണമാണോ? ഇല്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണത്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാത്ത ഒരു ഹജ്ജും ഒരു ഉംറയും പൂർണ്ണമാവുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോകണം. മുന്നേ പോകുന്ന പ്രൈവറ്റ് ടീമുണ്ട്, സർക്കാരിൻ്റെ ടീം ശേഷം പോയാലും മതി. അങ്ങനെ നമുക്ക് കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അസ്സലാമു അലൈക്കും യാ നബി അല്ലാഹ് എന്ന് സലാത്തും ചൊല്ലി
നമ്മളെ ഹജ്ജ് അവിടെ പൂർണ്ണമാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല നമുക്ക് ഇതുപോലെ ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാനും ഒരുപാട് തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.